ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ. ഞായറാഴ്ചയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരേണ്ടത്. ഗസയിൽ സമാധാനം വരുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. ലോകം കാത്തിരുന്ന നിമിഷം. എന്നാൽ അവസാന നിമിഷം എല്ലാം തകിടം മറിഞ്ഞു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ കരാർ ഇരുവിഭാഗവും അംഗീകരിച്ചെന്ന വാർത്ത പുറത്തുവന്നത് ഏറെ ആശ്വാസത്തോടെയാണ് ലോകം സ്വീകരിച്ചത്. ഘട്ടം ഘട്ടമായി ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ഇസ്രയേലി ബന്ദികളുടെ മോചനമാണ് വെടിനിർത്തൽ കരാറിലെ ഒരു വ്യവസ്ഥ. ആദ്യഘട്ടത്തിൽ ബന്ദികളിൽ കുറച്ചുപേരെ മോചിപ്പിക്കും. വെടിനിർത്തൽ തുടരുന്ന മുറയ്ക്ക് കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കും. ഇതാണ് കരാറിലെ വ്യവസ്ഥ. എന്നാൽ അവസാന നിമിഷം ആദ്യഘട്ടത്തിൽ വിട്ടയക്കുന്ന ബന്ദികളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നെതന്യാഹു. ലിസ്റ്റ് നൽകാനാവില്ലെന്നാണ് ഹമാസ് പറയുന്നത്. ടെക്നിക്കൽ റീസൺസ്, അതായത് സാങ്കേതിക കാരണങ്ങളാൽ ലിസ്റ്റ് പുറത്തുവിടാനാവില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. ഇതോടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് നീണ്ടുപോകുകയാണ്. ഹമാസ് ബാധ്യതകൾ നിറവേറ്റുന്നില്ലെന്നാണ് ഇസ്രയേൽ സൈനിക വക്താവ് കുറ്റപ്പെടുത്തിയത്. ഹമാസ് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്തിടത്തോളം ഇസ്രയേൽ ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റിനെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ 15 മാസത്തെ യുദ്ധത്തിന് അവസാനമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകം. ഗസയിൽ സമാധാനത്തിന്റെ വഴി തുറക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. ഞായറാഴ്ച മോചിപ്പിക്കാനിരുന്ന ആദ്യത്തെ 3 ബന്ദികളുടെ പട്ടിക ഹമാസ് നൽകുന്നതുവരെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരില്ല എന്നാണ് 1 മണിക്കൂർ മുമ്പ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഞായറാഴ്ച രാവിലെ 8:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത്. തട്ടിക്കൊണ്ടുപോയവരുടെ പട്ടിക ഇസ്രയേലിന് ലഭിക്കുന്നതുവരെ വെടിനിർത്തൽ ആരംഭിക്കില്ലെന്ന് പ്രധാനമന്ത്രി ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇസ്രയേലികളിൽ നിന്നുള്ള ചില മനുഷ്യാവകാശ പ്രവർത്തകർ സർക്കാർ തീരുമാനത്തിനെതിരെ ഇസ്രയേൽ സുപ്രീം കോടതിയെ സമീപിക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ മലക്കം മറിച്ചിൽ. കരാർ അംഗീകരിച്ചുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രയേൽ തെരുവുകളിൽ വൻ പ്രതിഷേധവും അരങ്ങേറിയിരുന്നു. കരാർ അംഗീകരിച്ചുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ നെതന്യാഹു സർക്കാരിനെതിരെ ഇസ്രയേൽ തെരുവുകളിൽ വൻ പ്രതിഷേധവും അരങ്ങേറിയിരുന്നു. ജെറുസലേമിലെ പ്രധാന റോഡുകൾ തടഞ്ഞ ഇവർ ഇസ്രയേൽ ഹമാസിന്റെ മുന്നിൽ കീഴടങ്ങിയെന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചത്. കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം കുറ്റവാളികളായ പലസ്തീനികളെ വിട്ടയക്കുന്നത് ഇസ്രയേലിന്റെ സുരക്ഷ അപകടത്തിലാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ബുധനാഴ്ച മുതലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന്റെ മുന്നിൽ ഇവർ പ്രതിഷേധിക്കുന്നത്. കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ജിവുറ ഫോറം, പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനെ എതിർക്കുന്ന ബന്ദികളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള ടിക്വ ഫോറം തുടങ്ങി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വെടിനിർത്തൽ കരാറിൽ ആശങ്കയുണ്ടെന്നാണ് ടിക്വ ഫോറം അവകാശപ്പെട്ടത്. ഈ കരാർ ഇസ്രയേലികൾക്ക് ദുരന്തം വരുത്തിവെക്കുമെന്ന് ജിവുറ ഫോറം ചെയർ യെശോഷുവ ഷാനി മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലി പതാക കൊണ്ട് പൊതിഞ്ഞ ഡസൻ കണക്കിന് പ്രതീകാത്മക ശവപ്പെട്ടികളുമായി പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി.